ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ദേവരകൊണ്ടയുടെ ഫാമിലി സ്റ്റാർ ഈ ഏപ്രിൽ 5 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് ഭയങ്കര മോശം അഭിപ്രായമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ കാണണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ള ഒരാളായിരുന്നു. കാരണം ഈ സിനിമയുടെ ഡയറക്ടർ പരശുറാം ഈ പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഈ പരശുറാം വിജയ് ദേവരകൊണ്ടയായിട്ട് മുമ്പ് ചെയ്ത സിനിമയാണ് ഗീതാ ഗോവിന്ദം. ഒരു 2020 21 19 സംതിങ് ആ റേഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. തെലുങ്കില് ഹിറ്റായിരുന്നു. കേരളത്തിൽ നിന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. അത്യാവശ്യം നല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ തമിഴ് ഡബ്ബോ അല്ലെങ്കിൽ മലയാളം ഡബ്ബോ അല്ല, തെലുങ്കില് പോയിട്ട് വരെ ആൾക്കാർ മലയാളികൾ സിനിമ കണ്ടു. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗോപിയണ്ണന്റെ പാട്ടുകളായിരുന്നു. എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. പിന്നെ രശ്മിക വിജയ് ദേവരകൊണ്ട എന്നുള്ള ആ കോംബോ വന്നത് ഈ സിനിമയിലാണ്. പിന്നെ ലക്ഷ്മിനെ കുറെ ക്യൂട്ടി പൈ ആയിട്ടൊക്കെ ആൾക്കാർ കൊണ്ടുവന്നത് ക്യൂട്ടി ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. ഇത് നമ്മളുടെ ഗീതാ ഗോവിന്ദം അത്യാവശ്യം ഒരു നോർമൽ ത്രെഡ് ആയിട്ടുള്ള സ്റ്റോറി, നല്ല BGM ഒക്കെ ബ്ലെൻഡ് ചെയ്ത്, നല്ല ലവ് സീൻസ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് നല്ല രസമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി സിനിമയായിരുന്നു ഗീതാ ഗോവിന്ദം. ഈ ഗീതാ ഗോവിന്ദത്തിന്റെ സക്സസിന് ശേഷമാണ് നമ്മുടെ വിജയ് ദേവരകൊണ്ടയ്ക്ക് വലിയ വലിയ സിനിമകൾ വരണത്. അതിലൊന്നാമത്തെ പടം നോട്ടയായിരുന്നു. നോട്ട അസലായിട്ട് പൊട്ടി. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ വന്ന സിനിമയായിരുന്നു നമ്മുടെ പൂരി ജഗന്നാഥിന്റെ കൂടെ ലൈഗറിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എന്താന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആനകുണ്ട് എന്ന് പറഞ്ഞ ആനകുണ്ടായിരുന്നു. ഇമ്മാതിരി ഒരു കുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി വിജയ് ദേവരകൊണ്ടയുടെ കരിയറിൽ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് വന്ന സിനിമയാണ് ഖുഷി എന്ന് പറഞ്ഞിട്ടുള്ള സമന്തി ആയിട്ടുള്ള പടം. അത് കാര്യമില്ല കുണ്ടന്നെ വലിയ അത്യാവശ്യമൊന്നുമില്ല. എന്താ ഈ പറഞ്ഞ മാതിരി ഒരു കാര്യമില്ലാത്ത പടമായിരുന്നു. പിന്നെ ഈ സിനിമ ഫാമിലി സ്റ്റാർ, പിന്നെ വരുന്ന സിനിമയാണ് ഈ ഫാമിലി സ്റ്റാർ. ഈ ഫാമിലി സ്റ്റാർ വരുമ്പോൾ വിജയ് ദേവരകൊണ്ടയ്ക്ക് പേഴ്സണലി നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിജയ് ദേവരകൊണ്ടയ്ക്ക് മാത്രമല്ല, പുള്ളിയുടെ ഫാൻസിനും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ ഫാമിലി സ്റ്റാറിന്റെ ഡയറക്ടർ പരശുറാമാണ്. പരശുറാം ഗീതാ ഗോവിന്ദം ചെയ്തിട്ടുണ്ട്. ഗീതാ ഗോവിന്ദത്തിന് ശേഷം പരശുറാമ ചെയ്ത പടമാണ് നമ്മുടെ മഹേഷ് ബാബുവിനെ നായകനാക്കിയിട്ടുള്ള പടം. ആ പടത്തിന്റെ പേര് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നില്ല. ഒരു ഫിനാൻസ് കമ്പനി നടത്തുന്ന ആളേക്ക് 1000 കോടി 20,000 കോടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളായിട്ടുള്ള പടം ഉണ്ടല്ലോ. അപ്പോൾ ആ പടം അസലായിട്ട് മുട്ടി അവിടെ. പക്ഷെ ആ പടം കഴിയുമ്പോൾ പുള്ളി വിജയ് ദേവരകൊണ്ടയായിട്ട് വീണ്ടും പടം ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫാമിലി സ്റ്റാർ. പക്ഷെ ഭയങ്കര ഡിസാസ്റ്റർ റിപ്പോർട്ട്സ് ആണ് ഇപ്പൊ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസാസ്റ്റർ റിപ്പോർട്ട്സ് മാത്രമല്ല, പ്രീ സെയിൽസ്, സിനിമയുടെ പ്രീ സെയിൽസ് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചത് ലൈഗറിന് പ്രീ സെയിൽസ് എക്സ്പെക്ടേഷൻ ഉള്ള കാരണം 3 കോടി രൂപയോളം ടിക്കറ്റ് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഖുഷിക്ക് 1.5 to 2 കോടിയുടെ ഇടയിൽ പ്രീ സെയിൽസ് ടിക്കറ്റ് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ പടത്തിന് വെറും 75 ലക്ഷം രൂപയാണ് പ്രീ സെയിൽ ടിക്കറ്റ് സെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചത് ഈ സിനിമ എന്തായാലും റിലീസ് ചെയ്ത് കഴിഞ്ഞ് നല്ല അഭിപ്രായം കിട്ടുന്നതാണ്. കാര്യമില്ല, ഭയങ്കര മോശം അഭിപ്രായം. അപ്പൊ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിജയ് ദേവരകൊണ്ട അണ്ണൻ. എനിക്ക് പേഴ്സണലി വിജയ് ദേവരകൊണ്ടനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനൊന്നല്ല. പുള്ളി കാണാൻ നല്ല ഗ്ലാമറാണ്, നല്ല സ്റ്റൈലിഷ് ആണ്. ആക്ടിങ് ഒരു തരക്കേടില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഈ പുള്ളി ചൂസ് ചെയ്യുന്ന സിനിമകളുടെ പ്രശ്നമാണോന്ന് അറിയില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി തെലുങ്കില് വരാനായിട്ട്. പുള്ളിയുടെ അനിയനും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, ആനന്ദ് ദേവരകൊണ്ടയോ അങ്ങനത്തെ പേരില്. പക്ഷെ ഈ സിനിമയിലെ പാട്ടുകളും വലിയ ഒരു പഞ്ചായി തോന്നിയിട്ടില്ല എന്നാണ് ഇതിന്റെ സിനിമ കണ്ടിട്ടുള്ള റിവ്യൂല് പല ജനറൽ ഓഡിയൻസും പറയണത്. ഒരു ആവറേജ് പടം എന്നുള്ള ലെവലിലും വരുന്നുണ്ട്, ഒരു ഭയങ്കര നെഗറ്റീവ് റിപ്പോർട്ട്സും വരുന്നുണ്ട്. സോ അടുത്ത പടം ഇനി എന്നാണ് വിജയ് ദേവരകൊണ്ട നല്ല പടം ചെയ്യാന്നുള്ള അറിയില്ല. നല്ല സ്ക്രിപ്റ്റ് പുള്ളിക്ക് എന്തായാലും കിട്ടട്ടെ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക.